ഗുഡ് ഈവനിംഗ്. എല്ലാവർക്കും ഇലക്ഷൻ ചാനലിലേക്ക് സ്വാഗതം. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം തന്നെയാണ് നമ്മൾ ഇന്ന് ഇലക്ഷൻ ചാനലിൽ പരിശോധിക്കുന്നത്. പ്രചരണ പരിപാടികൾ സമാപിക്കാൻ ഇനി അവിടെ അധിക സമയമില്ല. തമിഴ് മനസ്സുകളെ സ്വാധീനിക്കാനുള്ള അവസാന ശ്രമത്തിലാണ് പാർട്ടികൾ. സംസ്ഥാന രാഷ്ട്രീയത്തിൽ അവസാന നിമിഷം എന്ത് സംഭവിക്കും എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ. നടൻ വിജയുടെ രാഷ്ട്രീയ പ്രവേശനം എന്ത് തരത്തിലുള്ള പ്രതിഫലനം ഉണ്ടാക്കും? പതിറ്റാണ്ടുകളായി തമിഴ്നാട്ടിൽ DMKയും AIDMKയും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് നടക്കുന്നത്. ആ ദ്രാവിഡ ശക്തികൾ തമ്മിലുള്ള ആ ദ്വന്ദ്വ പോരാട്ടത്തിൽ നിന്ന് തമിഴ്നാട് രാഷ്ട്രീയം മാറുമോ? ഇത്തവണ അതിന് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം വരുമോ? തമിഴക വെട്രിക്കഴകവുമായി രംഗത്തെത്തിയ വിജയ് യുവജന വോട്ടർമാരും അതുപോലെ മാറ്റം ആഗ്രഹിക്കുന്ന വോട്ടർമാരുടെയും ഒക്കെ ശ്രദ്ധ പിടിച്ചുപറ്റുമോ? അവരെ ആകർഷിക്കാൻ വിജയ്ക്ക് കഴിയുമോ? രാഷ്ട്രീയ സമവാക്യങ്ങളിൽ പുതിയ അനിശ്ചിതത്വം സൃഷ്ടിക്കുമ്പോൾ വിജയ് എന്തു മാറ്റമാണ് തമിഴ്നാട്ടിൽ വരുത്തുക? അവസാനഘട്ട ചോദ്യം ഇതൊക്കെയാണ്. വിജയ് ശരിക്കും തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ഗണിതം മാറ്റുമോ? അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം DMKയെ AIDMKയെ ബാധിക്കുമോ? അത് ഏതു തരത്തിലായിരിക്കും ബാധിക്കുക? ആരുടെ വോട്ട് ബാങ്കുകൾ തകർക്കും? പ്രചരണ അവസാന നിമിഷത്തിലേക്ക് കടക്കുമ്പോൾ തമിഴ്നാട് രാഷ്ട്രീയം ഒരു മൂന്നാം ശക്തിയെ വരവേൽക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. സ്വാഗതം. വെൽക്കം ടു ദി ഇലക്ഷൻ ചാനൽ. നമുക്ക് തമിഴ്നാട്ടിലെ നിലവിലെ കക്ഷിനില ലഭ്യമാണ്. നമുക്ക് നിലവിലെ കക്ഷി നില 2021 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഏത് തരത്തിലുള്ള ഒരു പ്രതിഫലനമാണ് ഉണ്ടായത് എന്ന് നമുക്ക് പരിശോധിക്കാം. 2021 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ DMKക്ക് നമുക്ക് ലഭിക്കുന്ന കണക്കുകളനുസരിച്ച് ഏതാണ്ട് 38% വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞു എന്നാണ് വ്യക്തമാകുന്നത്. അങ്ങനെ ആ 38% വോട്ടുകൾ നേടിയ DMK ആ തെരഞ്ഞെടുപ്പിൽ 133 മണ്ഡലങ്ങളിൽ ആണ് ജയിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുന്നു. അതേസമയം AIDMKക്ക് സമാഹരിക്കാൻ കഴിഞ്ഞത് 33.5% വോട്ടുകളാണ്. 33, അതായത് ഈ 5% വോട്ടിൻ്റെ വ്യത്യാസം, 35 മുതൽ 38 വരെയുള്ള ഈ ശതമാനം വോട്ടുകളുടെ വ്യത്യാസത്തിൽ AIDMKക്ക് വരുന്ന നഷ്ടം, AIDMKക്ക് 66 സീറ്റുകൾ മാത്രമേ നേടാൻ കഴിയുന്നുള്ളൂ എന്നതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 18 സീറ്റുകളിൽ ജയിക്കുന്നു. 4.3% വോട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കരസ്ഥമാക്കിയത്. പാട്ടാളി മക്കൾ കക്ഷി 5 സ്ഥാനാർത്ഥികൾ അവരുടെ ജയിക്കുന്നു. 3.8% വോട്ട് കരസ്ഥമാക്കിയിരിക്കുന്നു. വിടുതലൈ ചിരുതകൾ എന്ന പാർട്ടി, വിടുതലൈ ചിരുത കക്ഷികൾ 4 സ്ഥാനാർത്ഥികൾ ജയിക്കുന്നു. 1% വോട്ടാണ് അവർക്ക് ലഭിക്കുന്നത്. മറ്റ് പല പാർട്ടികളിൽ നിന്നായി 8 പേർ ജയിക്കുന്നു. 6.4% വോട്ട് കരസ്ഥമാക്കുകയും ചെയ്യുന്നു എന്നതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് തമിഴ്നാട്ടിൽ കാണാൻ കഴിഞ്ഞ ഒരു ചിത്രം. അപ്പം DMKക്ക് 38% വോട്ടാണ് അവിടെ സമാഹരിക്കാൻ കഴിഞ്ഞത്. ആ 38% വോട്ട് സമാഹരിക്കുമ്പോഴാണ് DMKക്ക് വലിയ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. നമുക്കറിയാം 2016 AIDMKക്കാണ് 134 സീറ്റുകൾ ലഭിച്ചത്. അന്ന് 41.3% വോട്ട് AIDMKക്ക് ഉണ്ടായിരുന്നു. DMKക്ക് അന്ന് 32% വോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ സീറ്റ് നില അപ്പോൾ 89ലേക്ക് ചുരുങ്ങുകയും ചെയ്തിരുന്നു. അപ്പോൾ പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്ന ഈ സാഹചര്യത്തിൽ തമിഴക രാഷ്ട്രീയം എങ്ങനെ നീങ്ങുന്നു എന്ന ചിത്രം എല്ലാവരും ഉറ്റുനോക്കുകയാണ്. തമിഴകത്തിൽ നമുക്ക് കാണാൻ കഴിയും പ്രചരണം വലിയ തോതിൽ ചൂടുപിടിക്കുകയാണ്. DMKയും AIDMKയും ആണ് പ്രധാന ശക്തികൾ എന്ന കാര്യത്തിൽ സംശയമില്ല. AIDMK 178 സീറ്റുകളിൽ മത്സരിക്കുന്നു. DMK 164 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. അതുകൂടാതെ 11 മറ്റു പാർട്ടി അംഗങ്ങൾ DMKയുടെ ചിഹ്നമായ ഉദയസൂര്യനിൽ മത്സരിക്കുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 175 സ്ഥാനാർത്ഥികൾ ഉദയസൂര്യൻ്റെ ചിഹ്നത്തിൽ മത്സരിക്കുന്നു. ഇപ്പോൾ MDMK നേതാക്കൾ, അതുപോലെ MMK, MJK തുടങ്ങിയ പാർട്ടികളൊക്കെ ഉദയസൂര്യൻ ചിഹ്നത്തിലാണ് തമിഴ്നാട്ടിൽ മത്സരിക്കുന്നത്. KMDK ഒക്കെ പാർട്ടികളിലെ സ്ഥാനാർത്ഥികളൊക്കെ ഉദയസൂര്യൻ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും BJP അവിടെ 27 സീറ്റുകളിൽ മത്സരിക്കുന്നു. PMK 18 സീറ്റുകളിൽ മത്സരിക്കുന്നു. അങ്ങനെ ഈ ചിത്രമാണ് അവിടെ വ്യക്തമാകുന്നത്.
DMK, ADMK എന്ന് പരിചിതമായ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഈ പ്രധാന പോരാട്ടം ഏതു തരത്തിലേക്ക് നീങ്ങും എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയക്കാരനായി ജോസഫ് വിജയ് എത്തുമ്പോൾ, അത് തമിഴക വെട്രിക്കഴകം എന്ന പാർട്ടിയുടെ നായകനായി എത്തുമ്പോൾ അത് എന്ത് മാറ്റമുണ്ടാക്കും എന്നതാണ് ഈ ഇപ്പോൾ നോക്കുന്നത്. മത്സരത്തിനൊരു പുതിയ തീവ്രത കൈവന്നിരിക്കുന്നു എന്ന് വ്യക്തമാണ്. ഇത് ഒരു അപ്രതീക്ഷിതമായ ഭീഷണിയായി ഉയരുന്നു എന്നതും വ്യക്തമാണ്. പക്ഷേ പല രാഷ്ട്രീയ വിശാരദന്മാരും വ്യക്തമാക്കുന്ന ഒരു കാര്യം, വിജയ് ഒരു സ്പോയിലർ പാർട്ടിയായി, ഒരു സ്പോയിലർ കാൻഡിഡേറ്റായി അവിടെ വരും എന്നതാണ്. അത് ആരെ ഏത് തരത്തിൽ ബാധിക്കും എന്ന് ഇപ്പോൾ കൃത്യമായി പറയാനാകില്ല എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഗണ്യമായ ആകാംക്ഷ ജനിപ്പിക്കുന്ന തരത്തിലാണ് വിജയുടെ തുടക്കം മുതലുള്ള പ്രകടനം എന്ന് നമ്മൾ കണ്ടു. ആദ്യ ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് അനുഭവത്തിൻ്റെ ഒരു അഭാവം വിജയ്ക്ക് ചെറിയ തോതിൽ തിരിച്ചടിയാകുന്നു. പക്ഷേ ഒരു പ്രാരംഭ ആവേശം വലിയ തരംഗം ഉണ്ടാക്കി. പക്ഷേ പിന്നീട് അത് മയപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. പാർട്ടി ആശ്രയിക്കുന്നത് രണ്ട് നിർണായക ജനസംഖ്യാ വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെയാണ്. ആ വിഭാഗങ്ങൾ പ്രത്യേകിച്ച് ഈ ആദ്യ വോട്ടർമാർ, കന്നി വോട്ടർമാരാണ്, അതോടൊപ്പം യുവാക്കളാണ്. ഏതായാലും ആദ്യഘട്ടത്തിൽ ഇവർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു ആവേശം ഇപ്പോൾ മങ്ങിയോ എന്ന ഒരു സംശയം ജനിക്കുന്നു. അപ്പോൾ യുവാക്കൾ ആർക്കൊപ്പം എന്നത് ഒരു വലിയ ഘടകമാണ്. DMK-ക്കൊപ്പം യുവാക്കൾ എത്രയുണ്ട്, സ്ത്രീകൾ ആർക്കൊപ്പം നിൽക്കും, അതുപോലെ ഈ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള, ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള വോട്ടർമാർ ആർക്കൊപ്പം നിൽക്കും എന്ന് ഒരു വലിയ ചോദ്യമാണ് ഈ ദ്രാവിഡ മേഖലയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് കാണിക്കുന്നത്. ഏതായാലും ഈ രണ്ട് ഗ്രൂപ്പിലെയും വോട്ടർമാർക്ക് ദ്രാവിഡ പാർട്ടികളുടെ ഒരു പ്രവർത്തനത്തിൽ ചില ആഴത്തിലുള്ള നിരാശകളുണ്ട് എന്ന് കരുതുന്നവരുണ്ട്. അത് വിജയ്ക്ക് ഗുണം ചെയ്യും എന്ന് കരുതുന്നവരുണ്ട്. വിജയ് ഒരു മാറ്റത്തിൻ്റെ ഏജൻറ്റ് എന്ന തലത്തിൽ ആളുകളെ ആകർഷിക്കുന്നു എന്ന് കരുതുന്നവരുണ്ട്. അത് ഇതുവരെ ഒരു രാഷ്ട്രീയ സ്ഥിരീകരണമായി മാറിയിട്ടില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പോടുകൂടി അതൊരു രാഷ്ട്രീയ സ്ഥിരീകരണമാകും എന്ന് കരുതുന്നവരുണ്ട്. മാറ്റം ആഗ്രഹിക്കുന്നവർ അത് എങ്ങനെ സാക്ഷാത്കരിക്കും എന്ന് കരുതുന്നവർക്ക് ഇതൊരു സുവർണാവസരമാണ് എന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ അതിനെ വ്യക്തമാക്കുകയാണ്. അപ്പോൾ വിജയ്ക്ക് എന്ത് മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്നത്, അത് ആരെ ബാധിക്കുമെന്നത് ഒരു വലിയ ചർച്ചാ വിഷയമായി വരികയാണ്. തമിഴ്നാട് പ്രധാനമായും സാമൂഹിക സാമ്പത്തിക സൂചികകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ അവിടെ വലിയ തോതിലുള്ള വികസനം നടന്നു എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ താരതമ്യേന മെച്ചപ്പെട്ട ഒരു പ്രകടനം അവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് നമ്മുടെ കേന്ദ്ര ഏജൻസികളും ഒക്കെ നടത്തുന്ന ഒരു വിശകലനത്തിൽ വ്യക്തമാക്കുന്നത്. പക്ഷേ പുതിയ വോട്ടർമാരിൽ വലിയൊരു വിഭാഗം ഈ അളവുകോൽ ഉപയോഗിച്ചല്ല തമിഴക രാഷ്ട്രീയത്തിൽ അവരുടെ തീരുമാനം എടുക്കുന്നത്. രാഷ്ട്രീയ മുൻഗണനകൾ ഇത്തരം ഡാറ്റകളിലോ അല്ലെങ്കിൽ ഒരു സർക്കാരിൻ്റെ പ്രകടനങ്ങളിലോ അല്ല, മറ്റു പല ഘടകങ്ങൾ ഒരുപക്ഷെ വോട്ടർമാരെ സ്വാധീനിക്കുന്നുണ്ട്. ആ വോട്ടുകൾ ആർക്ക്, DMK-ക്ക് എത്രമാത്രം സ്വീകരിക്കാൻ കഴിയും എന്നതൊരു വലിയ ചോദ്യമാണ്. ADMK-ക്ക് അതിന് എത്രമാത്രം കഴിയും എന്നത് ഒരു വലിയ ചോദ്യമാണ്. അപ്പോൾ വിജയുടെ ഈ ആദർശപരമായ സിനിമയിലെ ഒരു നായക പദവിയൊക്കെ അതൊരു ബദലായി രാഷ്ട്രീയത്തിൽ വരുമോ എന്ന ഒരു ചോദ്യമുണ്ട്. പക്ഷേ അതൊരു ഉട്ടോപ്യൻ കാഴ്ചപ്പാടാണ് എന്ന് പരിഹസിക്കുന്നവരുണ്ട്. നമുക്ക് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന ഒരു കാര്യം, സമാനമായ ഒരു സംഭവം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അവിടെ മക്കൾ നലക്കൂട്ടണി എന്നൊരു മുന്നണി അന്ന് രൂപീകരിക്കപ്പെട്ടു. അത് മരുമലർ ദ്രാവിഡ മുന്നേറ്റ കഴകം, അതുപോലെ വിടുതലൈ ചിരിതകൾ കച്ചി, അതുപോലെ രണ്ട് ഇടതു പാർട്ടികൾ, അവരെല്ലാം ചേർന്ന് ഒരു മുന്നണി അന്ന് രൂപീകരിച്ചു. ആ 4 പാർട്ടികളുടെയും ഒരു സഖ്യം അന്ന് ഭരണവിരുദ്ധ വോട്ടുകൾ വിഘടിപ്പിച്ചു എന്നാണ് പറയുന്നത്. തുടർന്നാണ് AIDMK-യുടെ വിജയത്തിന് അത് വഴിതെളിച്ചത് എന്ന് പറയുന്നു. അപ്പോൾ 2016 അങ്ങനെയാണ് AIDMK-ക്ക് 134 സീറ്റുകൾ കിട്ടുന്ന 41% വോട്ടുകളും അവർ സമാഹരിക്കുന്നത് അങ്ങനെയാണ് എന്ന് വിലയിരുത്തുന്ന ആളുകളുണ്ട്. അപ്പോൾ അതുപോലെ വിജയുടെ ഈ വരവ് നിലവിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ ഇതുപോലെ മാറ്റുമോ എന്ന് സംശയിക്കുന്നവർ ഉണ്ട്. പുതിയ പാർട്ടിക്ക് മത്സരത്തിൽ കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിയുമോ എന്ന് ആണ് ഇപ്പോൾ പ്രധാനമായും ഉറ്റുനോക്കുന്നത്. പക്ഷേ ഇത്തവണ ഈ വിജയുടെ വരവ് അത് DMK-ക്ക് അനുകൂലമാകും എന്ന് ഒരു ചെറിയ വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകന്മാർ കരുതുന്നുണ്ട്. AIDMK അനുകൂലമാകുമെന്ന് മറ്റൊരു വിഭാഗം കരുതുന്നുണ്ട്. DMK-ക്ക് അനുകൂലമാകുന്നു എന്നും അല്ല എന്നുമൊക്കെയുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ അത്ര ഉള്ള ഒരു വീക്ഷണം പല കോണുകളിൽ നിന്ന് വരികയാണ്.
ഏതായാലും അവിടെ പ്രധാനമായി തിരിച്ചടി നേരിടുന്ന ചില പാർട്ടികളെ പറ്റിയുള്ള ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. അത് ഒരു പ്രധാന പാർട്ടി നാം തമിഴർ കക്ഷി എന്ന NTK ആണ്. സീമാൻ്റെ ഈ NTK അവർ തുടക്കത്തിലൊക്കെ വലിയൊരു ആവേശമായി വന്നിരുന്നെങ്കിലും NTKയുടെ ദൃശ്യത ഈ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞു വരുന്നു എന്നൊരു വിവരമാണ് അവിടെ നിന്ന് വരുന്നത്. അപ്പോൾ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1.4% വോട്ടുകളാണ് അവർക്കുണ്ടായിരുന്നത്. അത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും വലിയ തോതിൽ ഉയർന്ന് വന്നത് കാണാൻ കഴിഞ്ഞു. അപ്പോൾ 8.2% ഉയർന്നു എന്നതാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അത് താഴേക്ക് നീങ്ങുന്നു എന്ന് പറയുന്നു. അപ്പോൾ യുവാക്കൾ വലിയ രാഷ്ട്രീയ ആദർശ ഉയർത്തിപ്പിടിക്കുന്നവർ ഒക്കെ അല്ലെങ്കിൽ പുരുഷ വോട്ടർമാരുടെ പിന്തുണയൊക്കെ അവിടെ നിന്നൊക്കെ പോകുന്നു എന്നാണ്. അപ്പോൾ ഇത് ഒരു പക്ഷേ TVKയിലേക്കാണോ പോകുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇത്തരം ചെറിയ പാർട്ടികളുടെ നിലനിൽപ്പിനെ തന്നെ പ്രതിസന്ധിയിലാക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ദളിത് കേന്ദ്രീകൃത VCKയും അതുപോലെ വണ്ണിയാർ ആധിപത്യമുള്ള PMKയുമാണ് മറ്റൊരു 2 പ്രമുഖരായ അവിടുത്തെ പാർട്ടികൾ. അപ്പോൾ ആ 2 പാർട്ടികളിൽ നിന്നും വിജയ് അനുകൂലികൾ ധാരാളം ഉണ്ട് എന്ന്, അല്ലെങ്കിൽ അവരുടെ വോട്ട് ബേസിൽ ധാരാളം വിജയ് അനുകൂലികൾ ഉണ്ട് എന്ന് പറയുന്നു. അത് തെരഞ്ഞെടുപ്പിൽ എന്ത് മാറ്റമുണ്ടാക്കും എന്നത് മറ്റൊരു ശ്രദ്ധാകേന്ദ്രമാണ്. 2005 ഈ ഇരു പാർട്ടികളിലെ യുവ വോട്ടർമാർ വിജയകാന്തിൻ്റെ ദേശീയ മുർപോക്ക് ദ്രാവിഡ കഴകത്തിൽ അവർ ചേരുകയും അവർക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തവണ ആ വോട്ടർമാർ എങ്ങോട്ട് നീങ്ങും എന്ന് എല്ലാവരും അത് ഉറ്റുനോക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ മറ്റൊരു പ്രധാന കാര്യം AIADMKയുടെ നിലപാടിനെ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ നോക്കിക്കാണും എന്നതാണ് മറ്റൊരു പ്രധാനമായ വിഷയം. AIADMK എങ്ങനെ ഈ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തെ പ്രയോജനപ്പെടുത്തും എന്നത് വലിയ ചോദ്യമാണ്. വലിയ തോതിൽ ഒരു ഭരണവിരുദ്ധ വികാരം തമിഴ്നാട്ടിലില്ല എന്നതാണ് പൊതുവെ അവിടുത്തെ ആളുകൾ, രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ എടുത്തു പറയുന്ന ഒരു കാര്യം. വലിയ തോതിലുള്ളൊരു ഭരണവികാരം ഇല്ല. എന്താണ് പിന്നീട് ഈ വിരുദ്ധ വികാരത്തിന് അപ്പുറത്തേക്ക് കാര്യങ്ങളെ തീരുമാനിക്കുന്നതെന്നാണ് തമിഴ്നാട് തെരഞ്ഞെടുപ്പ് ഉറ്റുനോക്കുന്നത്. അപ്പോൾ AIADMKയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഒരു പ്രധാന കാര്യം AIADMKയ്ക്ക് അവർക്ക് ജയലളിതയുടെ മരണത്തിന് ശേഷം സംഭവിച്ച ചില പാളിച്ചകളാണ്. അവിടെ വിജയ്ക്ക് അത് ഗുണകരമാകുമോ എന്ന് ചിലരൊക്കെ തന്നെ സംശയിക്കുന്നുണ്ട്. കാരണം AIADMKയ്ക്ക് നഷ്ടമായൊരു പ്രതാപം AIADMK അനുകൂലരായ വോട്ടർമാരെ ആ പാർട്ടി വിടാൻ പ്രേരിപ്പിക്കുമോ, അല്ലെങ്കിൽ മാറി വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുമോ എന്ന ചോദ്യം അവിടെ ഉയരുകയാണ്. അപ്പോൾ DMKയ്ക്ക് നേരത്തെ പല ആളുകളും പറഞ്ഞത് വിജയ് ഒരു സ്പോയിലറായിരിക്കും, DMKയുടെ വോട്ടുകളായിരിക്കും ഭിന്നിക്കുക എന്ന് പറഞ്ഞെടുത്തു നിന്ന് വിജയ് ഒരുപക്ഷെ AIADMKയുടെ വോട്ടുകൾ കൂടി ഭിന്നിച്ചേക്കാം. അതൊരു ഗുരുതരമായ വെല്ലുവിളി ഉയർത്തുന്നു എന്ന ഒരു കാഴ്ചപ്പാട് കൂടി അവിടെ വരികയാണ്. ഒരു രാഷ്ട്രീയ നിരീക്ഷണം കൂടി അങ്ങനെ വരികയാണ്. അപ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി നേരിട്ട മുതൽ AIADMKയ്ക്ക് തിരഞ്ഞെടുപ്പുകളെല്ലാം തിരിച്ചടിയാണ്. അതൊരു തിരിച്ചടികളുടെ ഒരു ചക്രത്തിൽ കുടുങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെട്ടു. 2019 24 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളിലുമൊക്കെ തുടരെ പരാജയങ്ങൾ നേരിടേണ്ടി വന്നു എന്നത് നീണ്ടു നിൽക്കുന്ന ഒരു പരാജയ പരമ്പരയിലെ ഭാഗമാക്കുകയാണ് അവർ. അപ്പോൾ ഇതൊരു ഒരു പരാജയ സിൻഡ്രം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. ജയലളിതയുടെ കാലത്തിനു ശേഷം എടപ്പാടി പളനിസ്വാമിയും പന്നീർസെൽവവും തമ്മിലുള്ള ഈ ദീർഘകാല ആഭ്യന്തര അധികാര പോരാട്ടം നടന്നു. അപ്പോൾ അത് ഈ തകർച്ചയെ കൂടുതൽ വഷളാക്കുന്നു എന്നാണ് നമുക്ക് ആദ്യഘട്ടങ്ങളിൽ വ്യക്തമായത്. ജയലളിതയുടെ കാലഘട്ടത്തിന് ശേഷം പാർട്ടിയുടെ സംഘടനാപരമായ ഐക്യം ദുർബലപ്പെട്ടു. അപ്പോൾ ഒരു ഏകീകൃത രാഷ്ട്രീയ മുന്നണി എന്ന തരത്തിലേക്ക് ഈ AIADMKയെ അവതരിപ്പിക്കാനുള്ള ഒരു കഴിവ് അപ്പോൾ ഇല്ലാതായി എന്ന് പറയാം. ഇപ്പോൾ പാർട്ടിയിലുണ്ടായ ആ ഭിന്നിപ്പ്, ആ തർക്കങ്ങൾ, അതോടെ തുടർന്നുള്ള കലപിലകൾ, പരസ്പരം പുറത്താക്കലുകൾ, ഇതെല്ലാം പാർട്ടിയെ വലിയ തോതിൽ ബാധിച്ചു, പാർട്ടിയുടെ അടിത്തറയെ തന്നെ ഇളക്കി എന്നതാണ്. അത് യുവ വോട്ടർമാരിൽ നിരാശയുണ്ടാക്കി. അങ്ങനെ അവരിൽ ചിലർക്കൊക്കെ ഈ മാറി വരുന്ന ഈ ദ്രാവിഡ
രാഷ്ട്രീയ യുദ്ധത്തിൽ നിന്ന് മാറണം എന്ന ഒരു നിലപാട് വന്നു എന്ന് കരുതുന്നവരുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ബദൽ പലരും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരം ഒരു മറ്റൊരു കടന്നുവരവ് നടത്തുന്നത്. അപ്പോൾ വിജയ് അങ്ങനെ ഒരു കടന്നുവരവ് നടത്തുമ്പോൾ അത് എന്ത് ചലനമുണ്ടാക്കും എന്നാണ് ആളുകൾ ഉറ്റുനോക്കുന്നത്. TVKയുടെ ആവിർഭാവം ആളുകളെ ഏത് തരത്തിൽ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുമെന്ന തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമായ ഒരു കാര്യമാണ്. 2016 ADMKയുടെ കരിസ്മാറ്റിക് നേതാവായിരുന്നു ജയലളിതയുടെ മരണശേഷം ADMK പലതരത്തിൽ ജനങ്ങളിൽ നിന്ന് അകന്നു എന്നാണ് തമിഴ്നാട്ടിലെ ഈ റിപ്പോർട്ടിങ്ങിനെത്തുന്ന നമ്മുടെ മാധ്യമപ്രവർത്തകർ വ്യക്തമാക്കുന്നത്. പരമ്പരാഗത വോട്ടുകളുടെ ഒരു പ്രധാന ഭാഗം ഇപ്പോൾ നിലനിർത്തുന്നുണ്ട് പാർട്ടി, എങ്കിലും അതും അതിൻ്റെ ആകർഷണതയുമൊക്കെ ഒരു ഘട്ടത്തിൽ കുറഞ്ഞു. കൂടുതൽ അത് ആകർഷണീയമാക്കാനോ അല്ലെങ്കിൽ പരമ്പരാഗത വോട്ട് ബേസ് വികസിപ്പിക്കാനോ അവർ കാര്യമായി ഒന്നും ചെയ്തില്ല. അതിനുവേണ്ടി അവർക്ക് വല്ലാതെ പാടുപെടേണ്ടി വരും ഈ തെരഞ്ഞെടുപ്പിൽ എന്നാണ്. അതുകൂടാതെ നീണ്ടു നിൽക്കുന്ന ഒരു നേതൃത്വ പോരാട്ടം അത് വിശ്വസ്തരായ പാർട്ടിയുടെ കേഡർമാരെ അവരെയെല്ലാം ആശങ്കയിലാക്കി, ദീർഘകാല പ്രവർത്തകരെ നിരാശയിലാക്കി. അപ്പോൾ അവിടെ ഈ മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയുടെ ലഫ്റ്റനന്റ്മാരിൽ ഒരാളായ പന്നീർ സെൽവത്തെ പാർട്ടിയുടെ ഏക നേതാവായി ഉയർത്തിക്കൊണ്ടുവരാൻ ചില ആലോചനകൾ, വേണമെങ്കിൽ ഗൂഢാലോചനകൾ എന്ന് പറയാം, അതൊക്കെ നടന്നു. അതാണ് വലിയ അധികാര പോരാട്ടത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്. പിന്നീട് ഇടപ്പാടി പളനിസ്വാമിയുടെ ഒടുവിലെ തന്ത്രപരമായ ഇടപെടലിലൂടെയാണ് അതിനെ മറികടക്കുന്നത്. പക്ഷേ അതുകൊണ്ട് മാത്രം പാർട്ടിയുടെ അടിത്തറ വ്യക്തമായി എന്ന് പറയാനാവില്ല. പന്നീർ സെൽവത്തിൻ്റെ പുറത്താക്കലിനെ തുടർന്ന് പന്നീർ സെൽവത്തെ അവിടെ നിന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. അതോടുകൂടി പാർട്ടിക്കകത്ത് ചില വിള്ളലുകൾ ഉണ്ടായി എന്നതുകൂടി അംഗീകരിക്കപ്പെടേണ്ടതാണ്. തുടർന്ന് DMKയുമായുള്ള അദ്ദേഹത്തിൻ്റെ സഖ്യം കൂടി വരുമ്പോൾ അത് വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിക്കുകയാണ്. തേനി ജില്ലയിലെ ബോഡിനായ്ക്കുർണൂർ മണ്ഡലത്തിൽ നിന്നാണ് ഇപ്പോൾ അദ്ദേഹം മത്സരിക്കുന്നത്. പന്നീർ സെൽവം അവിടെ ഒരു വിജയം ഉറപ്പാക്കാൻ അദ്ദേഹത്തിന് കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട്. അത് സ്വാഭാവികമായും ഏത് തരത്തിൽ ഉള്ള ഒരു മാറ്റമാണ് പന്നീർ സെൽവത്തിൻ്റെ ഈ ചുവടുമാറ്റം തമിഴക രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുക എന്നത് ഒരു വലിയ ചർച്ചാ വിഷയമായി അവിടെ നിൽക്കുകയാണ്. ഏതായാലും ഈ ആഭ്യന്തര കുഴപ്പങ്ങളും അതുപോലെ തെരഞ്ഞെടുപ്പ് പരാജയങ്ങളും ഉണ്ടായിട്ടും പാർട്ടിയുടെ വോട്ട് ശതമാനം അത് 27-30% വരെയുള്ള ആ ഒരു ബാലൻസ് നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞു എന്നത് തന്നെ ഒരു വലിയ അത്ഭുതമാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് ഉയർന്നെഴുന്നേൽക്കാൻ ADMK കഴിയും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത സാധുവായ വോട്ടുകളിൽ ADMKയുടെ വിഹിതം ഏതാണ്ട് 1,53,955 എന്ന് പറയാം. ഏതാണ്ട് 1,54,00,000 വോട്ടുകൾ ആണ്. അപ്പോൾ ഏതാണ്ട് ഈ 1,54,00,000 വോട്ടുകൾ എന്ന് പറയുമ്പോൾ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് 38%-ത്തിനടുത്തേക്ക് 33%-ത്തിലേക്ക് വരികയാണ്. DMKയുടെ വോട്ട് വിഹിതമാകട്ടെ അത് 1,74,00,000 അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ഏതാണ്ട് 38% അല്ലെങ്കിൽ 37.7% എന്ന് വളരെ സ്പഷ്ടമായി നമുക്ക് പറയാം. അപ്പോൾ അത് ഈ രണ്ട് പാർട്ടികൾ തന്നെയാണ് അവിടെ കൂടുതൽ വോട്ടർമാർ, അവർക്കാണ് പിന്തുണ. അപ്പോൾ ഈ രണ്ട് പാർട്ടികൾ കൂടി നേടിയ ടോട്ടൽ വോട്ട് നോക്കുകയാണെങ്കിൽ അത് 4.23 കോടി എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് 73% ഈ പോളിംഗ് ലഭിച്ചിരിക്കുന്നത് രണ്ട് പാർട്ടികൾക്ക് തന്നെയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ DMKയുടെ വിഹിതം 47% ഉയർന്നു എന്നതുകൂടി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. അതേസമയം അവിടെ BJPയുമായി ഒരു സഖ്യം ADMK ഒഴിവാക്കുന്നുണ്ട്. അത് ADMKയ്ക്കും ഒരു തിരിച്ചടിയായി. അതോടുകൂടി അവരുടെ വോട്ട് ശതമാനം ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 22.6% കുറഞ്ഞു. അതാണ് ഒരു വലിയ തിരിച്ചടി എന്ന തരത്തിൽ അവരെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. അപ്പോൾ രണ്ട് പാർട്ടികളും ചേർന്ന് എന്തായാലും അവിടെ ഈ 70%-ഓളം വോട്ട് വിഹിതം തമിഴ്നാട്ടിൽ അവരുടെ രണ്ട് പാർട്ടികളുടെ കൈകളിലായാണ് ഉള്ളത് എന്ന്, അല്ലെങ്കിൽ അങ്ങനെ അവർ നിലനിർത്തുന്നു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. അപ്പോൾ ശക്തമായ ഒരു കോർ വോട്ട് അടിത്തറ ഈ രണ്ട് പാർട്ടികൾക്കും ഉണ്ട് എന്ന് സമ്മതിക്കേണ്ടി വരും. ADMKയ്ക്ക് അടിത്തറയിൽ വലിയ ഇളക്കം തട്ടിയിട്ടുണ്ടെങ്കിലും അവർക്ക് 27%-ഓളം വോട്ടുകൾ ഇപ്പോഴും അവരുടെ
കയ്യിൽ ഉണ്ട് എന്നതും അതിന് മുകളിലേക്കുള്ള കാര്യങ്ങൾ മാത്രം അവർ പരിശോധിച്ചാൽ മതി എന്നതുമാണ് ഈ തെരഞ്ഞെടുപ്പിലെ അവരെ കരുത്തരാക്കുന്നത്. ഇത്തവണ മുന്നണി വിപുലീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അറിയാം, ഇത്തവണ BJP മുന്നണിയിലേക്കുണ്ട്. 27 സീറ്റുകളിൽ BJP മത്സരിക്കുന്നു. PMK പാട്ടാളി മക്കൾ കക്ഷി അൻപുമണി രാമദാസിൻ്റെ 18 സീറ്റുകളിൽ മത്സരിക്കുന്നു. ഒപ്പം AMMK 11 സീറ്റുകളിൽ TTV ദിനകരൻ്റെ പാർട്ടി 11 സീറ്റുകളിൽ അവിടെ മത്സരിക്കുന്നു. തമിഴ് മാനില കോൺഗ്രസ് മൂപ്പനാർ വിഭാഗം 5 സീറ്റുകളിൽ മത്സരിക്കുന്നു. IJKക്ക് 2 സീറ്റും TMMKക്ക് 1 സീറ്റും പുരക്ഷി ഭാരതത്തിന് 1 സീറ്റുമാണ് മുന്നണിയിൽ നൽകിയിട്ടുള്ളത്. അതേസമയം DMKയുടെ മുന്നണി കുറെ കൂടി വിപുലമാണ്. അതിൽ SDPI ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, MMP ഉണ്ട്, MJK ഉണ്ട്, MMK ഉണ്ട്, CPI ഉണ്ട്, CPM ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ വിപുലമായി നോക്കുമ്പോൾ വലിയ ഒരു മുന്നണി എന്ന നിലയിൽ മുന്നണി വിപുലീകരിക്കാൻ DMKക്ക് കഴിയുന്നു എന്നതാണ് അവരുടെ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടുന്ന ഒരു വലിയ മേൽക്കൈ. ഏതായാലും 1991 തെരഞ്ഞെടുപ്പിൽ DMK അപമാനകരമായ ഒരു പരാജയം നേരിട്ടു. അപ്പോഴും DMKക്ക് 29% വോട്ടുകൾ നിലനിർത്താൻ കഴിഞ്ഞു എന്നത് ശ്രദ്ധേയമാണ്. 1996 ജയലളിതയുടെ കീഴിൽ ഉള്ള ADMK പരാജയപ്പെട്ടപ്പോഴും അവർക്കും 27% വോട്ടുകൾ നിലനിർത്താൻ കഴിയും. അപ്പോൾ 27% വോട്ടുകൾ സ്വാഭാവികമായും രണ്ട് പാർട്ടികൾക്കും അവരുടെ ബേസ് വോട്ട് എന്ന നിലയിലുണ്ട്. അത് എത്ര താഴ്ന്നാലും അവിടേക്ക് അതപ്പതിക്കൂ. അതിന് മുകളിലേക്ക് ആണ് അവർക്ക് എന്തായാലും എത്ര ഉയർത്താൻ കഴിയും എന്നതാണ് ചോദ്യം. അപ്പോൾ ADMKയിൽ നിന്ന് വ്യത്യസ്തമായി DMKക്ക് ഇപ്പോൾ ഒരു ശക്തമായ മുന്നണി എന്ന നിലയിൽ അവർക്ക് നിൽക്കാൻ കഴിയുന്നുണ്ട്. കാരണം DMDK ഉണ്ട്, VCK ഉണ്ട്, CPI CPM 2 സീറ്റുകളിൽ വീതമാണ് അവർ ജയിക്കുന്നതെങ്കിലും അവർ സംസ്ഥാനത്തുടനീളമുണ്ട്. അതുപോലെ MDMK ഉണ്ട്, KMDK ഉണ്ട്, IUML ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ട്, MMK ഉണ്ട്, MJK ഉണ്ട്, SDPI ഉണ്ട്, അതുപോലെ MMPയും ഒക്കെ ഇവിടെ മത്സരിക്കുന്നത്. MPMP ഒക്കെ 1 സീറ്റിലാണ് മത്സരിക്കുന്നത്, SDPI 1 സീറ്റിലാണ് ഇത്തവണ മത്സരിക്കുന്നത്, MJK 1 സീറ്റിലാണ് മത്സരിക്കുന്നത്, MMKയും 1 സീറ്റിലാണ് മത്സരിക്കുന്നത്. ഇതിൽ പല പാർട്ടികളും ഉദയസൂര്യൻ്റെ ചിഹ്നത്തിൽ തന്നെയാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു DMK സ്ഥാനാർത്ഥി എന്നൊരു പരിവേഷം കിട്ടുന്നു. അവർ ആ തെരഞ്ഞെടുപ്പിൽ DMKയുടെ ആ ഒരു വോട്ട് ബേസ് കൂടി ഉപയോഗപ്പെടുത്തി വിജയിച്ചു വരാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ തമിഴ്നാട്ടിലെ ഒരു വലിയ ചോദ്യം അവിടുത്തെ സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കാൻ ആർക്ക് കഴിയും എന്നതാണ് തമിഴ്നാട്ടിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ചോദ്യം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ അവിടെ വളരെ വിപുലമായി നടന്നിരിക്കുന്നു എന്ന് നമുക്ക് അറിയാം. ആ വനിതാ വോട്ട് ബാങ്ക് പരമ്പരാഗതമായി ആർക്ക് കിട്ടുന്നു എന്ന ഒരു ചോദ്യം അവിടെ ഉണ്ട്. ആദ്യഘട്ടങ്ങളിൽ ജയലളിത വന്ന സമയത്തൊക്കെ ADMKക്ക് അത് കൂടുതൽ വനിതകൾ ADMKക്കൊപ്പമായിരുന്നു എന്നാണ് അന്നത്തെ നടത്തിയ ചില പഠനങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രധാന ഘടകം ഈ വനിതാ വോട്ടുകളാണ്. അത് ജയലളിതയ്ക്ക് ഒരു വലിയ തോതിൽ അവർക്കൊപ്പം നിർത്താൻ കഴിഞ്ഞു. പക്ഷേ ജയലളിതയുടെ മരണശേഷം അത് ADMKയിൽ നിന്ന് മാറിപ്പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത് തിരിച്ചു പിടിക്കാൻ DMK വലിയ നീക്കങ്ങൾ തമിഴ്നാട്ടിൽ നടത്തി. അതിൽ ഒന്നായിരുന്നു ഈ കലൈഞ്ചർ മകളിർ ഉറുമൈ തിട്ടം എന്ന് പറയുന്നത്. അപ്പോൾ കലൈഞ്ചർ മകളിർ ഉരിമൈ തിട്ടം എന്ന് പറയുന്നത് സ്ത്രീകളുടെ അവകാശവുമായി ബന്ധപ്പെട്ട അവരുടെ ആനുകൂല്യങ്ങളും ക്ഷേമ പദ്ധതികളുമൊക്കെ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു പദ്ധതിയാണ്. അതിലിപ്പോൾ ഒരു സമ്മർ ഓഫർ എന്ന നിലയിൽ 1000 രൂപ വെച്ച് പ്രതിമാസം സ്ത്രീകൾക്ക് നൽകിയിരുന്നത് ഒരു സമ്മർ ഓഫർ എന്ന നിലയിൽ ഇത്തവണ അവർക്ക് 5000 രൂപ വെച്ച് കിട്ടും. അത് 3 തവണത്തേത് മുൻകൂറായി കൊടുക്കും. 2000 രൂപ ഒരു സമ്മർ ഓഫർ എന്ന നിലയിൽ കിട്ടുന്നു. അപ്പോൾ സ്ത്രീകൾക്ക് സർക്കാരിൽ നിന്ന് നേരിട്ട് ഒരു സഹായം ഏതാണ്ട് 1000 കോടി രൂപ ചിലവാക്കിയാണ് വരുന്നത്. അപ്പോൾ ഗുണഭോക്താക്കൾക്ക് ആ പൈസ കിട്ടുന്നു എന്നതും ഒരു ഘടകമാണ്. രണ്ടാമത്തേത് ഈ വിടിയൽ പയനം എന്നത് സൗജന്യ ബസ് യാത്ര. ഇതൊക്കെ അവിടുത്തെ സാധാരണക്കാരായ ആളുകളെ, തമിഴ്നാട്ടിലെ സ്ത്രീകൾ വലിയ തോതിൽ തൊഴിൽശാലയിലേക്കൊക്കെ പോകുന്നവരാണെങ്കിലും ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരാണ്. അത്തരക്കാർക്ക് ഇത് ഒരു വലിയ നേട്ടമാണ്. കാരണം അവരുടെ ശമ്പളത്തിൽ അവർക്ക് ബസ്സിൽ യാത്ര ചെയ്യുന്നതിന് ഒരു 900 രൂപയോളം ലാഭിക്കാൻ കഴിയുന്നു. ഒപ്പം ഒരു 1000 രൂപ അവർക്ക് കയ്യിൽ കിട്ടുന്നു. സമ്മർ ഓഫർ പോലെയുള്ളത് ഒരു സഹായം ലഭിക്കുമ്പോൾ അത് 5000 ഉയരുന്നു എന്നത്
സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കാൻ ഇത്തവണ അവർക്ക് കഴിയും എന്നതിൻ്റെ ഒരു സൂചനയായി കൂടി ചിലരൊക്കെ പറയുന്നുണ്ട്. ഏതായാലും സ്ത്രീകളുടെ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള ശ്രമങ്ങൾ, അത് സ്റ്റാലിൻ്റെ വ്യക്തിപ്രഭാവം, അതുപോലെ ഈ ഭരണസമീപനം ഒക്കെ ഒരു ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ്. ക്ഷേമാധിഷ്ഠിത നയങ്ങളിൽ സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയിലാണ് അവിടെ. അപ്പോൾ ദ്രാവിഡ പാർട്ടികളിൽ 6 പതിറ്റാണ്ടുകളായി നിൽക്കുന്ന ഈ ഒരു വിഷയം അത് മാറ്റാൻ കഴിയുമോ എന്ന ചോദ്യം അവിടെ വരികയാണ്. അതാണ് വിജയ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ആദ്യ വോട്ടർമാർ, കന്നി വോട്ടർമാർ, അത് ഏതാണ്ട് 1 കോടിയോളം ആളുകൾ ഇത്തരത്തിൽ പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ചേർത്ത് നിർത്താൻ കഴിയുമോ എന്നതാണ് ഒരു വലിയ ചോദ്യം വിജയ്ക്ക് മുന്നിൽ വരുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നാണ് ഈ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. ഇന്നത്തെ ഇലക്ഷൻ ചാനൽ ഇവിടെ സമാപിക്കുന്നു. നാളെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കൂടുതൽ ചിത്രങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.